എന്താണ് ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം? കാരണം വളരെ സിമ്പിളാണ്. അണ്ണാ, നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം കൊണ്ട് ചോദിക്കുക, അണ്ണൻ എത്ര കിട്ടി? നേരിട്ടങ്ങ് പറ. ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല. ഓ, അപ്പോൾ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനോട് ആയിരുന്നെങ്കിൽ അണ്ണൻ അങ്ങ് മറിച്ചേനെ. പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പദവി എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പ്രത്യേകിച്ച് വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ഇടതുപക്ഷ ആശയങ്ങളോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ലത്. കൊള്ളാം. വർഗീയപരമായുള്ള ധ്രുവീകരണം ഇടതുപക്ഷ പാർട്ടി ജനിപ്പിക്കുന്നു, എന്നിട്ട് പോയതോ BJP-യിലേക്ക്. വടക്കേന്ത്യൻ പല സംസ്ഥാനങ്ങളിലും കരോള് പാടാനോ സാന്താക്ലോസിനെയോ അതുപോലുള്ള സാധനങ്ങൾ പോലും വിൽക്കാനുള്ള അനുമതി ഇല്ലായിരുന്നു. വർഗീയ ധ്രുവീകരണം ഇല്ലാത്തൊരു പാർട്ടിയിലേക്ക് നല്ലൊരു ഏരിയയിൽ തന്നെ ചെന്ന് പെട്ടുകെട്ടാ. മണിപ്പൂർ നാഗാലാൻഡ് സൈഡിലേക്ക് അച്ഛനെയും കപ്പ്യാരെയൊക്കെ ഓടിച്ചിട്ട് തല്ലിയായിരുന്നു, ഓടിച്ചിട്ട്. ഇപ്പോഴും ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയോന്ന് പോലും അറിയില്ല കേട്ടോ. അതിലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നു. ശരിയാ, ഞാനിപ്പോൾ നിൽക്കുന്ന പാർട്ടി വർഗീയത പറയുന്നു. എന്നാൽ പിന്നെ അതിനേക്കാൾ കൂടിയ വർഗീയത പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വേണ്ടേ പിന്നെ പോകാൻ? ഒരു വികസനമൊക്കെ വേണ്ടേ? BJP ആകുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയുന്നു. അപ്പം പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന പാർട്ടിയുടെ കൂട്ടത്തിൽ പോയാൽ പോലെ. നിങ്ങൾക്കറിയാം, റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് ആ തലമുറ ഇനി തിരിച്ച് കേരളത്തിലേക്ക് വന്നാൽ ഇവരെങ്ങനെ ജീവിക്കും? അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്നവർക്ക് ജീവിക്കാൻ അവസരം വേണം. ശരിയാ, കേരളത്തിന് പുറത്തുള്ള പ്രവാസികൾ മുഴുവൻ കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? അതിനുള്ള വിസ്തൃതിയില്ല, വികസനമില്ല. ഇപ്പോഴാണ് റെജി ലൂക്കോസിന് മനസ്സിലായത്. ഒരു കാര്യം ചെയ്യാം, കാസർഗോട്ട് നമുക്ക് ചവിട്ടി വലിച്ച് ഗുജറാത്തിൻ്റെ സൈഡ് വഴി ഉണ്ടല്ലോ, കേരളത്തെ കാശ്മീർ വരെ അങ്ങ് വലിച്ചു നീട്ടിയാലോ? അതാകുമ്പോൾ എല്ലാവർക്കും തിങ്ങി പാർക്കാം. ഇപ്പുറത്തെ സൈഡ് അറബിക്കടലായതുകൊണ്ടല്ലോ ആർക്കും ഒരു വിഷയവും ഇല്ല. ഇവിടെ നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 കോടി ആളുകൾ ഇന്ത്യ വന്നാലും ജീവിക്കാൻ പറ്റും. പക്ഷെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരണം. കേരളത്തിൽ നിന്നുണ്ടല്ലോ BJP-ക്ക് 2 മന്ത്രിമാരുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ചാനൽ ചർച്ചകളിൽ പോയിക്കൊണ്ടിരുന്ന റെജി ലൂക്കോസ് BJP-യിലേക്ക് പോയിട്ട് വേണം കേരളത്തിൽ ഇനിയിപ്പം വികസനം കൊണ്ടുവരാൻ. കേരളത്തിലുള്ള BJP-യുടെ 2 മന്ത്രിമാർക്കൊന്നും കഴിയാത്ത കാര്യം ഇദ്ദേഹത്തെ കൊണ്ട്